നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഒന്ന് രണ്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റാവുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ജോബ് വേക്കൻസി ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ സഫാരി കാർസിൻ്റെ കൊച്ചി ഷോറൂമിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. അസ്മോന് വരി, അതേ ചേട്ടാ വരി, ശിവരെല്ലാവരും വന്നോളൂ. ഇത് വ്ളോഗാണ്, കുഴപ്പമില്ല. എന്താ വിശേഷം? അസിമോനെ തന്നെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ നമ്മളെ കണ്ടിട്ട് എത്ര ദിവസമായിക്കോ? 10 ദിവസമായിക്കില്ലേ? പക്ഷെ ഞാനൊന്ന് രണ്ടൊരു ബാംഗ്ലൂർ യാത്ര ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോ? പോണ്ടല്ലേ? ചേട്ടന്റെ വീഡിയോ ആണ് എല്ലാവർക്കും വൈറലായത്. എല്ലാവരും എന്റെ പേഴ്സണലി വിളിച്ച നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഇന്റർനാഷണലി വൈറലായിക്കണത് അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാലേ അത് കണ്ടപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു ഇതെന്താ പ്യൂർ ഇംഗ്ലീഷിൽ, നമുക്ക് കേരളത്തിൽ മാത്രം നിന്നാ പോരല്ലോ എന്നൊരു ഉദ്ദേശം നമ്മളിലൂടെ പുറത്തേക്ക് കാണിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യ പോകണം, നോർത്ത് ഇന്ത്യ പോകണം, ഇന്റർനാഷണലി പോകണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനില്ലേ പറഞ്ഞില്ലേ, ജെയിംസ് ബോണ്ട് സ്റ്റൈൽ ആയിക്കണ. അതെ. അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേ. കാരണം നമുക്ക് ഇനി ധൈര്യമായിട്ട് അപ്പുറത്തേക്ക് പോവാം. അതിനെ പറ്റിയ ആളുകൾ നമ്മളെ ധൈര്യമായിട്ട് നമ്മളൊപ്പം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ കൊച്ചിയില്? നന്നായിട്ട് നല്ല നല്ല വാക്കിൻസ് ഉണ്ട്. ആളുകൾ നന്നായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് ഇപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ള ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കാറിന്റെ കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടെ കാണിക്കാം അല്ലേ? അപ്പൊ ശിവനെ, ഈ പിന്നെ M340 വീഡിയോ ആണ് ചേട്ടൻ ചെയ്തത് അല്ലേ? അതങ്ങോട്ട് കത്തി ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചേന്. അപ്പൊ എല്ലാരും വിചാരമുണ്ട് ഇത് സാധാ 3 സീരീസ് ആണോ അല്ലേ? ഇതും 3 സീരീസ് ആണ്, ഇതും 3 സീരീസ് ആണ്. പക്ഷെ ഇത് M കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ചില ആൾക്കാർ വീണ്ടും തെറ്റിദ്ധരിച്ചു M3 ആണോ അല്ലേ? ചേട്ടൻ തന്നെ ഇംഗ്ലീഷിൽ 1 മിനിറ്റിൽ ഒതുക്കിയിരിക്കണം അല്ലേ? ഇത് വ്ളോഗ് എടുക്കുമ്പോഴേ അത് കംപ്ലീറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്താലോ അല്ലേ ചേട്ടാ? അപ്പൊ എല്ലാവർക്കും ഈ വണ്ടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതേപോലെ 3 സീരീസ് ഉണ്ട്. പിന്നെ ഇതേതാ വണ്ടി? C300 MG ലൈൻ. നിങ്ങൾ ആദ്യം തന്നെ സഫാരി കാർസിൽ കയറി വരുമ്പോ ഇവരൊക്കെ ഉണ്ടാവും. ഇയാൾ ഇവിടെ തന്നെ നെട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ മാറിപ്പോയില്ലേ? ഷിബിലി ഞങ്ങൾ നാട്ടിൽ നിന്ന് നോക്കിയതാണ്. നമ്മളിപ്പോ ഒരുപാട് കാലമായിട്ടുണ്ട് അല്ലേ ഷിബിലോ? സെറ്റല്ലേ ഇപ്പോ സഫാരി കാർസിൽ? ഷിബിലിന് നാട്ടിൽ നിന്ന് പോന്നപ്പോ വീട്ടിൽ നിന്ന് വിട്ടുന്നപ്പോഴൊക്കെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ഓന്റെ എളാപ്പിയും പിന്നെ ഫാദറൊക്കെ ഷെഫാണ്. ഞങ്ങളുടെ നാട്ടില് പണ്ടാരി അറിയും. പണ്ടാരിയാണ്. അപ്പൊ നല്ല ബിരിയാണി എന്നും അടിച്ചിരുന്ന ആളാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ മൂപ്പര് ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തരാൻ തുടങ്ങി. ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും അതിങ്ങനെ പറയല്ല. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ. അവർക്ക് ആ ഒരു ഇത് വരാതിരിക്കാൻ മാത്രം നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് വണ്ടിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതേപോലെ ജോബ് വേക്കൻസി ഞാൻ പറഞ്ഞു, അതും പാടെ പറയാം അല്ലേ? കാരണം എന്നാ പിന്നെ വണ്ടി ഡീറ്റെയിൽസ് കണ്ടോട്ടെ. ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാലേ നമുക്ക് സഫാരി കാർസിന്റെ ഷോറൂമിലോട്ട്, അതായത് വാല്യുവേറ്റർ വേണം. നമുക്ക് 2 പേരെ ഇനിയും ആവശ്യമുണ്ട്. നമുക്ക് ഓൾറെഡി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2 പേരെ നമുക്ക് വാല്യുവേറ്റർ ആയിട്ട് ആവശ്യമുണ്ട്. ലക്ഷ്മണേ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എന്തായാലും 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് വേണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ BMW നമ്മൾ തന്നു കഴിഞ്ഞാൽ ഇതിന് റീപ്ലേസ് ഉണ്ടോ, ആക്സിഡന്റ് ഉണ്ടോ, പെയിന്റ് ടച്ചപ്പ് ഉണ്ടോ അല്ലേ, ടയർ എത്ര ശതമാനം ഉണ്ട്, എൻജിൻ ക്വാളിറ്റി എങ്ങനെയുണ്ട്, A to Z ഞങ്ങൾ പറയുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ, ആ ബാക്കത്തെ ബമ്പർ മുതൽ ഫ്രണ്ടത്തെ ബമ്പർ വരെ ചെയ്യണം. അതായത് ഞങ്ങൾ ആദ്യം 150 ചെക്കിംഗ് പോയിന്റ് ആക്കി, ഇപ്പോൾ അത് 200 ആക്കി. അതിൻ്റെ മുകളിൽ പോണ കോലത്തേക്കാണ്. കാരണം അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷോറൂമിൽ വണ്ടി കയറ്റി നമ്മൾ സെയിൽ ചെയ്യണം. നല്ല എക്സ്പീരിയൻസ് ഉള്ള വാല്യുവേറ്റർമാരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് 2 ആക്കി നമുക്ക് വേക്കൻസി ഉണ്ട്. അതേപോലെ നമുക്ക് സഫാരി ആക്സസറീസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ആക്സസറീസിൻ്റെ സഫാരി കാർസിൻ്റെ ബ്രാഞ്ചിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ലേബർമാരൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും കൂടെ 1-2 പേരും കൂടെ ആവശ്യമുണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 1-2 പേരെയും കൂടെ വേണം. നമുക്ക് നല്ല സാലറി കൊടുത്തിട്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസിനും കഴിവിനും അനുസരിച്ചിട്ടുള്ള നല്ല ബെറ്റർ സാലറി കൊടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ കാർ പോളിഷിങ്, സെറാമിക്, ഗ്രഫീൻ കോട്ടിംഗ് ഒക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ടീമിലോട്ട്. അതേപോലെ കാർ പെയിൻറ്റർമാർ നമുക്ക് ഓൾറെഡി 10-18 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് 4-5 പേരെയും കൂടെ ആവശ്യമുണ്ട്. ഇതൊക്കെ കരുവാരകുണ്ടിലോട്ടാണ് ആവശ്യം. പിന്നെ വാല്യുവേറ്റർമാർ നമുക്ക് ഓൾ കേരള ചിലപ്പോൾ ഓടേണ്ടി വരും. ചിലപ്പോൾ തമിഴ്നാടോ കർണാടകയൊക്കെ ഓടേണ്ടി വരും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾ ടീമൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാണ് അല്ലേ? എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേസാണ്. അതെ, ഇനി വന്നിട്ട് നിങ്ങൾക്ക് 1 മാസം പറ്റുമോ നോക്കി അല്ലേ? അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം നിലവിൽ നമ്മുടെ സഫാരി കാർസിൻ്റെ ടീമിലോട്ട് ആവശ്യമുള്ള ആളുകൾ ഇതാണ്. മറ്റു വേക്കൻസികളൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. കാരണം ഞങ്ങൾ
ടീം ഫുള്ളായി നിൽക്കുകയാണ്. ഇനി വരുന്നുണ്ട്, ഇനി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വലിയ വേക്കൻസികൾ തന്നെ വരും. നമ്മുടെ ഓപ്പറേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. കാരണം നമ്മൾ വളരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വണ്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? അപ്പോൾ നമുക്ക് BMW-ന്റെ 2 3 സീരീസ് വേരിയന്റുകളുണ്ട്. പറഞ്ഞോളൂ. രണ്ടും കാഴ്ചക്ക് ഏകദേശം സെയിം ആണെങ്കിലും രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് BMW M340i B58 എഞ്ചിൻ വരുന്ന ഇൻലൈൻ 600 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത് 6 സിലിണ്ടർ ആണ്. അത് ഓടിക്കുന്ന പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരാൾ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഈ സഡാൻ കാറുകളുടെ എൻട്രി ലെവലിൽ നോക്കുന്നുണ്ടെങ്കിൽ M340 എല്ലാം വേറെ വണ്ടിയില്ല. നിങ്ങൾ 3 സീരീസ് എന്ന് പറയുമ്പോൾ ചെറിയ പൈസ കരുതണ്ട കേട്ടോ. ഏകദേശം ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? 1 കോടിക്ക് അടുത്ത് വില വരുന്നുണ്ട്. 1 കോടി രൂപന്റെ അടുത്ത് വില വരുന്ന വണ്ടിയാണ് ഇത്. ഓൺലി 8000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അണ്ടർ വാറണ്ടിയിലുള്ള വെഹിക്കിൾ ആണ്. ഏകദേശം ഒരു 10 lakhs അടുത്ത് ലോഡിങ്സ് ഫിറ്റിംഗ്സും ഉണ്ട് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സും ഉണ്ട്, ലോഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവേ, BMW 3 സീരീസ് അല്ലേ, 340i അല്ലേ? നമ്മളതിൽ ഈ സെയിം ഷേപ്പ് വാഹനം സ്റ്റാർട്ടിങ് ഏകദേശം ഇവിടുന്ന് ഒരു 37 മുതൽ നമ്മള് ഷേപ്പിലുള്ള വാഹനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 320d ഒക്കെ വരുന്ന ആ ഒരു കാറ്റഗറി വാഹനങ്ങളാണ്. ഇത് നമുക്കിപ്പോ പ്രൈസ് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്നത്? 87 ലാഖാണ് നമ്മൾ ആസ്ക് ചെയ്യണത്. നമ്മൾ പുതിയത് എടുക്കുമ്പോൾ പ്ലസ് ഒരു 10 ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ്സ് ഉണ്ട്. 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയിലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ കളറ് റയർ സാധനമാണ്. ഒരു അടിപൊളി വണ്ടി. അപ്പൊ നിങ്ങൾ ഒരു വണ്ടി പ്രാന്തനാണ്, ഒരു ഡ്രൈവിംഗ് കാർ ഇഷ്ടപ്പെടുന്ന ഒരു BMW ഫാൻ ആണെന്നുണ്ടെങ്കിൽ വന്നോളി, എടുത്തോളി. ജക്കിമോ പറയുന്ന പോലെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, പോയാൽ പിന്നെ കിട്ടൂല. മാർക്കറ്റില് അതായത് സെക്കൻഡ് മാർക്കറ്റില് പുതിയത് പോയാൽ നമുക്ക് ബുക്ക് ചെയ്ത ഫാക്ടറിയിൽ നിന്ന് വരും. ഇത് സെക്കൻഡ് മാർക്കറ്റിൽ തന്നെ ഉള്ളൂ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പകുതി ഫീൽഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 330i. അത് 340 കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു BMW-ന്റെ 3 കാറ്റഗറിയിലെ പെർഫോമൻസ് വാഹനമാണ് 330i Li. 330 Li ഗ്രാൻഡ് ലിമോസിൻ കൂപ്പയാണ്. ലോങ് വീൽ ബേസ് വരുന്ന വാഹനമാണ്. 2021 മോഡലില് 29,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം 330 Li M Sport. ഇത് നമ്മൾ വാഹനത്തിന് ആസ്കിംഗ് റേറ്റ് വരുന്നത് 46.5 lakhs. അപ്പൊ 46 ലക്ഷം രൂപക്കും വണ്ടിയായി. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഒരു പ്രീമിയം കാർ കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കാം? അപ്പൊ നിങ്ങൾ 87 ലക്ഷം 40 ലക്ഷം 1 കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും സഫാരി കാർസ് കയ്യിന്ന് പോയോ, നമുക്ക് പറ്റിയ വണ്ടിയില്ലേ? കമന്റിൽ വരും, നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയില്ലേ ചോദിച്ചിട്ട്. ഞാൻ സഫാരി കാർസിന്റെ കരുവാരകുണ്ട് ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ അൾട്ടോണ്ണൂറ് വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം ഞാൻ അൾട്ടോണ്ണൂറിൻ്റെ, കോളീസിൻ്റെ, ഇന്നോവൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഡയൽ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണില്ലല്ലോ, വ്ളോഗായിട്ടൊക്കെ ചെയ്യണം. ഷോറൂം വ്ളോഗാണ് നമ്മൾ ചെയ്യണത്. വണ്ടിൻ്റെ ഡെഡിക്കേറ്റ് വീഡിയോ ആളുകൾ കാണുന്നില്ല, അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സഫാരി കാർസിൻ്റെ കൊച്ചി ഷോറൂമിൽ വന്നാൽ പ്രീമിയം കാറ്റഗറിയിലെ വണ്ടികൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാണ്? ഏകദേശം ഒരു 12 ലക്ഷം രൂപ മുതൽ നമ്മളതിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതായത് നമ്മൾ വന്ന വഴി മറക്കരുത്. പണ്ട് ഞാനേ ഫസ്റ്റ് നമ്മൾ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനൊക്കെ ബെൻസും BMW കൊടുത്ത് കുറേ ആൾക്കാരെ പ്രീമിയം കാറിന്റെ പേടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ആളുകൾ പിന്നീട് നമ്മൾ ഇതിന് അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ട്. 5 ലക്ഷത്തിന്റെ BMW എടുത്ത് ഉപയോഗിച്ച് പൂതി തീർത്ത് പിന്നെ അയാൾ വാങ്ങുന്നത് 25 30 വണ്ടിയാണ്. ഇപ്പോഴും അദ്ദേഹം നമ്മളെ കസ്റ്റമറാണ്. പക്ഷെ 5 ലക്ഷത്തിന് 10 ലക്ഷത്തിന് BMW ബെൻസ് കൊടുക്കുമ്പോൾ അയാൾക്ക് ചെറിയൊരു കോഴ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അത് കംപ്ലൈൻറ്റ് വരും, മെയിൻ്റെനൻസ് വരുമ്പോൾ നല്ല കോസ്റ്റ് വരും അല്ലേ? അതായത് ആ പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠനമാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പേടിയും പോകും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം കാറുകളോടുണ്ട്. നമുക്ക് സഫാരി കാർസിൻ്റെ വാറണ്ടി ഗ്യാരണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. 10 ദിവസത്തെ വാറണ്ടി ഉണ്ട്. നോ വാറണ്ടി നോ ഗ്യാരണ്ടിയിലും സഫാരി കാർസിന് നമ്മൾ വണ്ടി സെയിൽ ചെയ്യലുണ്ട് അല്ലേ? അത്ര വണ്ടികൾ നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതി നിങ്ങൾ സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് എടുക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ചേട്ടാ, നമ്മളൊരു 5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു BMW തരികയാണ്. നിങ്ങൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ജസ്റ്റ് ഒരു വാറണ്ടി നിങ്ങളൊരു ഗ്യാരണ്ടി തരണേ 10 ദിവസത്തിന് 2 ലക്ഷം ഇറത്തരാന്നാലും ഞങ്ങൾ വണ്ടി നിങ്ങൾക്ക് തരില്ല അല്ലേ? വണ്ടിക്ക് ആ വില തന്നെ. പക്ഷേ നമുക്ക് നമ്മളെ ബ്രാൻഡിന് നമ്മളെ പേരിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വണ്ടികൾ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മുതലുള്ള വണ്ടികൾ ഇവിടെ സ്റ്റാർട്ടിംഗ് എത്ര ബേസിക് 12 ലക്ഷം രൂപ മുതലുള്ള ബേസിക് സ്റ്റാർട്ടിംഗ് നിലവിലുണ്ട്. കരുവാരകുണ്ട് വേറെ വണ്ടികളുണ്ട്, അതിൻ്റെയൊക്കെ നമുക്ക് അറിയിക്കാം. എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഇത്ര വണ്ടികൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു 70% ഫീൽ തന്നെ ആ കാറ്റഗറി വണ്ടി ഉപയോഗിക്കാം. ഇനി വേറെ കാര്യമുണ്ട്, ബെൻസിലെ രാജാവിനെ തരങ്ങൾക്ക് മെഴ്സിഡീസ് ബെൻസിന്റെ S ക്ലാസ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള നല്ല അടിപൊളി വണ്ടി. നമ്മൾ AMG വീലൊക്കെ ചെയ്ത് ഞാനൊരു 4-5 മാസം കൊണ്ടുനടന്ന ഒരു അടിപൊളി S ക്ലാസ് ഉണ്ട്.
അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അത് എത്ര രൂപ ഒരു കൊടുക്കാം? 16,90,000 രൂപ. 16,90 നിങ്ങൾക്ക് എസ് ക്ലാസ് ഉണ്ട്. ഇനി അതിന്റെ നെക്സ്റ്റ് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതാവണം. ഇത് എത്ര? 32 ലാഖിനും നിങ്ങൾക്ക് എസ് ക്ലാസ് ഉണ്ട്. ഇത് ന്യൂ ഷേപ്പിൽ വരും. ഇതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് 16 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാറ്റഗറിയിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കാണുക. കാരണം ഈ വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്കും ഇതിന്റെ 4 അലൈവിലും ടയറും തന്നെ വരും, ചിലപ്പോൾ 10-35 ലക്ഷം രൂപ അല്ലേ. അപ്പോൾ അതിൻ്റെയിലേറെ പകുതി വിലക്കാണ് ഒരു വണ്ടി നിങ്ങൾക്ക് തരുന്നത്. അത് ഉപയോഗിക്കാൻ മൈൻഡ് സെറ്റും അത് ഉപയോഗിക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ എസ് ക്ലാസ് ഉപയോഗിക്കുന്നതും ആ 16 ലക്ഷത്തിന്റെ എസ് ക്ലാസ് ഉപയോഗിക്കുന്ന ഫീലൊക്കെ ഒരേപോലെ തന്നെ. ആ വണ്ടി റോട്ട് കൂടി വരുന്ന ലുക്ക് ഒന്ന് കാണണം. അപ്പൊ 16,90,000 രൂപക്ക് നിങ്ങൾക്ക് എസ് ക്ലാസ് ഒറിജിനൽ കേരള വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തിട്ടോ. ജസ്റ്റ് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഇനി വേറെ കാര്യമുണ്ട്, ഈ എസ് ക്ലാസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വാറണ്ടിയും തരാം. സഫാരി കാർസിന്റെ വാറണ്ടി മേജർ പാർട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, കിലോമീറ്റർ റിവേഴ്സ് ചെയ്ത് അത്ര വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ചിലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരും. ഈ വണ്ടിക്ക് അത് ഗ്യാരണ്ടി കൊടുക്കാം. ഇനി എത്ര ലക്ഷം രൂപന്റെ വണ്ടിയല്ലേ? പിന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ തന്നെ ഏകദേശം 12.5 ലക്ഷം രൂപന്റെ ഒരു ഓഡി Q3 ഉണ്ട്. ഓഡി Q3 ആ ഓഡി Q3 ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തോ. 2016 മോഡലില് അതർ സ്റ്റേറ്റ് വാഹനമാണ്. നമുക്ക് 60,000 കിലോമീറ്റർ ഓടിയ വാഹനം. നമുക്ക് NOC പ്രൈസ് 12.5 ലക്ഷം രൂപ. ഓഡി Q3 പറ്റി പറയുമ്പോഴേ നിങ്ങൾക്ക് മൈലേജ് മെയിൻ്റെനൻസ് വളരെ കമ്മി, ഒരു SUV ടൈപ്പ്. ഇന്നിപ്പോൾ നമ്മുടെ റോഡിനൊക്കെ പറ്റിയൊരു മുതലാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഹുണ്ടായിന്റെ ക്രെറ്റ അല്ലെങ്കിൽ കിയ സെൽറ്റോസോ ഒരു ബലേനൊക്കെ പുതിയത് എടുക്കുന്ന പൈസക്കാണ് നിങ്ങൾക്ക് ഓഡി Q3. അത് 2000 മോഡലുണ്ട്, 2016 മോഡലുണ്ട്. 15 കിലോമീറ്ററിന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും. 18-19 ഒക്കെ കിട്ടുന്നവരുണ്ട്. 15 നിങ്ങൾ ഉറപ്പിച്ചു. നല്ല കളറാണ്, റെഡ് കളറോട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പൊ വലിയ വിലന്റെയും കാണിച്ചു, ചെറിയ വിലന്റെയും കാണിച്ചു അല്ലേ. ഇനി ഓഡി Q8 ഉണ്ട്, മെർസിഡീസിന്റെ ഈ ക്ലാസ് ഉണ്ട്, മിനി കൂപ്പർ കൺട്രിമാൻ ഉണ്ട്, റേഞ്ച് റോവർ സ്പോർട്ട് ഉണ്ട്, റേഞ്ച് റോവർ വോഗ് ഉണ്ട്, മെർസിഡീസിന്റെ C ക്ലാസുകൾ ഉണ്ട്, GLC ഉണ്ട്, വോൾവോ XC90, ഒട്ടനവധി വാഹനങ്ങൾ നിങ്ങളെ കാണിക്കാണ്ട് അല്ലേ, സ്റ്റോക്കിലുണ്ട്. അതേപോലെ നിങ്ങളെ വാഹനങ്ങൾ വിൽക്കാണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ഇന്നോവ മുതൽ ക്രിസ്റ്റ മുതൽ ഫോർച്യൂണർ മുതൽ എല്ലാ വണ്ടികളും നിങ്ങൾ വിൽക്കാനും നമ്മളെ കോൺടാക്ട് ചെയ്യും. 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റും. ഒന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ സഫാരി കാർസിന്റെ വാറണ്ടിയിലും ഗ്യാരണ്ടിയിലും വെക്കാൻ പറ്റുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ പാർക്ക് ആൻഡ് സെയിൽ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. പക്ഷേ നമ്മൾക്ക് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പാർക്ക് ചെയ്യുക. നല്ല ബെറ്റർ പ്രൈസിൽ നമ്മൾ സെയിൽ ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. ഇത്തരം ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഉള്ളിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ കാണിക്കാണ്ട്. ഈ ഒരു വിശേഷത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. അടുത്ത വിശേഷവും അടുത്ത എപ്പിസോഡുമായിട്ട് അധികം വൈകാതെ കാണാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. എല്ലാവരും ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജോബ് വേക്കൻസി ഒക്കെ ഉപകാരപ്പെടുന്ന ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്